മതനിരപേക്ഷതയുടെ ആധികാരിക മുഖമായോ മലപ്പുറം ഫലത്തോടെ മുസ്ലിം ലീഗ് എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ കെ സുരേന്ദ്രൻ, ലീഗ് ഇത് വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട വോട്ടുകളുടെ ഒരു ഏകോപനത്തിലൂടെ കിട്ടിയ വിജയമല്ല എന്ന് അടിസ്ഥാന ശിലയായി സ്ഥാപിക്കുന്നത് നിങ്ങൾക്കതുകൊണ്ട് നേട്ടമുണ്ടായില്ല എന്നതിൻ്റെ കണക്കുകളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വള്ളിക്കുന്ന് പോലൊരു സ്ഥലത്ത് നിങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന വോട്ടിൻ്റെ എണ്ണം എത്ര? അത് കുറയ്ക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗിന്. ഇപ്പോൾ മഞ്ചേരിയിൽ തൽസ്ഥിതിയാക്കാൻ കഴിഞ്ഞു, കൊണ്ടോട്ടിയിൽ നിങ്ങളെ പിന്നോട്ടടിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പൊളിറ്റിക്കലായ വോട്ടിംഗ് ആണ് നടന്നത് എന്നാണ് കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത്. അത് വെറും ഒരു വാചകമടിയല്ല, അതിൻ്റെ കണക്കുകൾ നിരത്തിയാണ് പറയുന്നത്. വേണു, എൻ്റെ സുഹൃത്ത് ശ്രീ MK മുനീറിൻ്റേത് അസാധാരണമായിട്ടുള്ള ഒരു മെയ്വഴക്കമാണ്. കഴിഞ്ഞ മാസം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഹിന്ദുക്കളുടെ ഏകീകരണം, മതപരമായിട്ടുള്ള ഏകീകരണം ഉണ്ടായി എന്നാണ്. എന്തുകൊണ്ട് ഈ ചോദ്യം അന്ന് നിങ്ങൾ ചോദിച്ചില്ല? എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണെങ്കിൽ തിരിച്ചെന്തുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ഒരു മുസ്ലിം ധ്രുവീകരണം ഉണ്ടായില്ല? അപ്പോൾ ഉത്തർപ്രദേശിലെ ഫലം നിങ്ങൾക്ക് വർഗീയ ധ്രുവീകരണവും മലപ്പുറത്തെ ഫലം നിങ്ങൾക്ക് അടിസ്ഥാനരഹിതമാണ്. അല്ലല്ല, ഞാൻ പറയട്ടെ, എനിക്കൊരു വാചകം കൂടി പറയാനുണ്ട്. അല്ലല്ല, എനിക്കൊരു വാചകം കൂടി പറയാനുണ്ട്. ശരി, ഇതാണ് കുഴപ്പം. ശരിയല്ല, കുഴപ്പമില്ല, പറഞ്ഞോളൂ. അല്ല, രണ്ടാമത്തത് വേണു, മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഒരു മതേതര പാർട്ടി ആവുന്നത്? ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രൂപീകരിച്ച ഒരു പാർട്ടി, ഒരു മതത്തിൽപ്പെട്ടവർക്ക് മാത്രം അംഗത്വം കൊടുക്കുന്ന ഒരു പാർട്ടി, നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ ഒരു മതേതര കക്ഷിയായിട്ട്? അത് സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു നിമിഷം, നിയമപരമായി പരിഹരിക്കപ്പെട്ടു. സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് രംഗത്ത് മതത്തെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക, എന്തൊക്കെയാണ് ദുർവിനിയോഗം എന്ന വിഷയത്തിൽ വിധിന്യായം പുറപ്പെടുവിച്ചപ്പോൾ ലീഗിന്റെ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് അവിടെ വിടാം. ശ്രീ MK മുനീർ, ഈ UP താരതമ്യം സുരേന്ദ്രന്റെ അല്ലല്ലേ മുസ്ലിം? അതെ, ഈ UPയിൽ ധ്രുവീകരണം ഉണ്ടായി. ഇവിടെ മുസ്ലിം ധ്രുവീകരണം ഉണ്ടായിട്ടില്ല. ഇവിടെ മുസ്ലിം ധ്രുവീകരണ ഇവിടെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് എവിടെ ഞാൻ പറയുന്നത് ഹിന്ദു ധ്രുവീകരണത്തെ കുറിച്ചല്ല. ഉണ്ടായി എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞാനോ? സുരേന്ദ്രൻ പറയുന്നത് UPയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ലീഗ് അടക്കം വിലയിരുത്തുമ്പോൾ പറഞ്ഞത് അവിടെ ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടായി എന്നാണ്. ഇവിടെ അങ്ങനെയെങ്കിൽ മലപ്പുറത്തും അത് ആപ്ലിക്കബിൾ ആണെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ഞാൻ പറയുന്നത് അത് ഇവിടെ പിന്നെ എന്നോട് പറയുന്നത് ഇവിടെ മുസ്ലിം ധ്രുവീകരണം ഉണ്ടായി എന്നാണോ? അതെ, മുസ്ലിം ധ്രുവീകരണം ഉണ്ടായിട്ടില്ല. കാരണം മുസ്ലിം വോട്ടാണ് ശിഥിലമായി പല സ്ഥലത്തും പോയിരിക്കുന്നത്. PDP ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നു, AP വേറെ ഭാഗത്തേക്ക് പോയിരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ കുറേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുസ്ലിം വോട്ട് കിട്ടിയിരിക്കുന്നു, കുറേ പിന്നെ വോട്ട് പിന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുന്നു. അവിടെ ധ്രുവീകരണമല്ല. യഥാർത്ഥത്തിൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം സമൂഹത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയോട് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ഒരു ഐക്യദാർഢ്യമുണ്ടായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ളത്. അതേസമയം മുസ്ലിം വർഗീയതയെ ധ്രുവീകരിച്ച് ഉള്ള ഒരു റിസൾട്ട് അല്ല ഇത് പൊളിറ്റിക്കലാണ്. കഴിഞ്ഞ തവണ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്, പക്ഷേ അവിടുത്തെ മതേതര പൊതുമനസ് അതിനൊപ്പം രാഷ്ട്രീയമായ പിന്തുണ നൽകിക്കൊണ്ട് യോജിക്കുകയായിരുന്നു. ഇതിനെ ധ്രുവീകരണമെന്നല്ല പറയേണ്ടത്, ഇതാണ് പൊളിറ്റിക്കൽ വോട്ടിംഗ്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണിതാ, മങ്കടയിലും പെരിന്തൽമണ്ണയിലും CPM സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അവിടെ CPM ഇടിവ് തട്ടുന്നു, അവിടെ നിങ്ങൾക്ക് ഇടിവ് തട്ടുന്നു. നിങ്ങൾക്ക് മേൽക്കൈ ഉണ്ടായിരുന്ന വള്ളിക്കുന്ന് പോലെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കൊണ്ടോട്ടി പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ നിങ്ങളെ പിടിച്ചുകെട്ടാൻ കഴിയുന്നു. ഇത് ഒരു വശത്തേക്ക് മാത്രം സഞ്ചരിച്ചൊരു യാഥാശ്വമായിരുന്നില്ല ശ്രീ കെ സുരേന്ദ്രൻ. വേണു, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ വസ്തുത അംഗീകരിക്കാൻ നിങ്ങൾ എന്നോട് പറയുമ്പോൾ
ഉത്തർപ്രദേശിലെ 77 മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും BJP ജയിച്ചത് അവിടെയുള്ള മുസ്ലിങ്ങളെ കൂടെ പിന്തുണയോടുകൂടി ആയിരുന്നു എന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോ നിങ്ങളെല്ലാവരും അവിടുത്തെ കണക്കുകൾ മുന്നിൽ വരുമ്പോൾ ഒരു നിമിഷം SP-ക്ക് കിട്ടിയതും BSPക്ക് കിട്ടിയതും മറ്റു പാർട്ടികൾക്ക് കിട്ടിയതുമെല്ലാം പ്രത്യേകം ഭിന്നിച്ചു പോകുന്നതാണ് കാണുന്നത്. സുരേന്ദ്രൻ, അങ്ങേ പറയുന്ന അദ്ദേഹം ഈ പറയുന്ന 70 മണ്ഡലങ്ങളുടെ കാര്യം എടുത്താലും നിങ്ങൾ പറയുന്നത് വേണു ചതുഷ്കോണ മത്സരം നടക്കുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഇത് ഇത്ര വലിയ സാങ്കേതികമായിട്ടുള്ള ഇതായിട്ടാണ് നിങ്ങൾ ഒരു ചതുഷ്കോണ മത്സരം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശതമാനം കിട്ടുന്ന ആൾ ജയിക്കും. അപ്പം നിങ്ങൾ പറയുന്നു ഞങ്ങളെല്ലാവരും പിന്നെ വിട്ടുപോയത് കൊണ്ടാണ്. അങ്ങനെ പറയുന്നില്ലെന്ന് അർത്ഥമല്ല. ഉത്തർപ്രദേശിൽ ഒരു കാലത്തും ഉത്തർപ്രദേശുമായി വന്നിരിക്കുന്ന അല്ല, തടിയൂരാനല്ല, നിങ്ങൾ ഞങ്ങൾ ജയിക്കുമ്പോൾ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ അല്ല മലപ്പുറം തെരഞ്ഞെടുപ്പിന് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇവിടെ വിജയിച്ചിട്ടുള്ള ആളുകൾ ഒരു വാക്ക് പോലും വർഗീയമായി ഉച്ചരിച്ചിട്ടില്ല. അതേസമയം അവിടെ യോഗി ആദിത്യനാഥയെ പോലുള്ള കൊടും വർഗീയവാദികൾ അവിടെ വർഗീയത മാത്രം ചവച്ചുകൊണ്ടാണ് യുപിയിൽ ബീഫുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാടാണോ നിങ്ങൾ മലപ്പുറത്ത് കാണിച്ചത്? നിങ്ങൾ മലപ്പുറവും യുപിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബീഫുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ യുപിയിലെ അടക്കമുള്ള പ്രഖ്യാപിത നിലപാടിനോട് ചേർന്നതായിരുന്നോ മലപ്പുറത്തെ നിലപാട്? ഞാൻ പറഞ്ഞു കേട്ടെ, അതായത് യുപിയിൽ ജയിച്ച ആളുകൾ അവിടെ കേവലമായ വർഗീയത മാത്രമാണ് പറഞ്ഞത്. എടുത്തിട്ടുള്ള ഇരട്ടത്താപ്പാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞങ്ങൾ അതിനുള്ള മറുപടി ബീഫാണ്. അതിനുള്ള മറുപടി ഞാൻ പറയാം. അതിനുള്ള മറുപടി ജയിച്ച ആളുകളുടെ ക്യാമ്പയിൻ എന്തായിരുന്നു? ജയിച്ച ആളുകളുടെ ക്യാമ്പയിൻ യോഗി ആദിത്യനാഥയുടെ യുവവാണിയുടെ ക്യാമ്പയിൻ എന്തായിരുന്നു? ഇവിടുന്ന് പുറത്തു പോകണം, ന്യൂനപക്ഷങ്ങൾ പുറത്തു പോകണം എന്നുള്ളതാണ്. ഒരു പ്രസ്താവന നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ. പ്രസ്താവന പോലും ഉണ്ടായിട്ടില്ല. ഈ ദാദ്രി എന്ന് പറയുന്നത് എവിടെ? യുപിയിലല്ലേ ഉണ്ടായത്? യുപിയിലല്ലേ ദാദ്രി ഉണ്ടായത്? അവിടെ പശുവിനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആടിനെ കൊന്ന സ്ഥലമല്ലേ? നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ പശുവിനെ കൊന്ന ആളെ കൊല്ലുമെന്ന്. സുരേന്ദ്രൻ തന്നെ പറഞ്ഞൂടെ? സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ പശുവിനെ കൊന്നവരെ കൊല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളാണ് ഒരു സംഭവം പോലും റിപ്പോർട്ട് സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് പറയൂ. സുരേന്ദ്രൻ പറഞ്ഞത് സുരേന്ദ്രനെ ഗൗരവതരമായ ഒരു വിമർശനമാണ് CPI ഉന്നയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പശുവിനെ കൊന്നാൽ കൊല്ലും എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ ഇവിടെ പശുവിനെ കൊല്ലുന്നതിനെതിരായിട്ട് കൊല്ലാൻ പാടില്ല ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറയുന്നു. നിങ്ങളാണ് പറഞ്ഞത്. നിങ്ങളാണ് വർഗീയവാദം ഉണ്ടാക്കിയത്. നിങ്ങളാണ്. പക്ഷേ ആ വർഗീയവാദത്തെ നിങ്ങൾ പശുവിനെ കൊന്നാൽ തിരിച്ചു കൊല്ലും എന്ന് പറഞ്ഞ വർഗീയവാദത്തെ ഇവിടത്തെ മതേതര ഹിന്ദു സമുദായം തള്ളിക്കളഞ്ഞു. ഇവിടത്തെ ഹിന്ദു സമുദായം തള്ളിക്കളഞ്ഞു. ഞാൻ രണ്ടുപേരിലേക്ക് വരാം. സുരേന്ദ്രൻ സഹകരിക്കണം. ഈ ചർച്ച പോകാതെ സഹകരിക്കണം. സുരേന്ദ്രൻ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോഴേക്കും ഇത്തരം ദേശീയ തലത്തിൽ കിട്ടിയ ആദ്യത്തെ ഞാൻ പറഞ്ഞത് പശുക്കളെ കൊല്ലാൻ പാടില്ല എന്ന് തന്നെയാണ്. ശരി സുരേന്ദ്രൻ, നമുക്ക് അവിടെ നിൽക്കട്ടെ തൽക്കാലം. സുരേന്ദ്രൻ അങ്ങനോട് സഹകരിക്കൂ, അങ്ങ് വഴങ്ങൂ, അങ്ങ് സഹകരിക്കൂ ദയവീത്. ശ്രീ ആനത്തലോട്ടമാനന്ദൻ, MK മുനീർ പറഞ്ഞതിനെ ഇപ്പൊ മുനീർ പറയുന്നത് കൊണ്ട് അങ്ങ് പ്രതിരോധിക്കേണ്ട, വേറൊരു വശവുമുണ്ട് ഇതിന്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം കുറഞ്ഞത്? കാരശ്ശേരി മാഷ് മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യമുണ്ട്. ആ ഭൂരിപക്ഷം ഇതിനേക്കാൾ കൂടണമായിരുന്നു മറ്റു പലരും വോട്ട് ചെയ്തിരുന്നെങ്കിൽ, എന്ന് വെച്ചാൽ SDPI പൂർണ്ണമായും വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ, വെൽഫെയർ പാർട്ടി പൂർണ്ണമായും വോട്ട് ചെയ്തിരുന്നെങ്കിൽ, AP വിഭാഗം നിങ്ങൾക്ക് പൂർണ്ണമായും വോട്ട് ചെയ്തിരുന്നെങ്കിൽ, PDP നിങ്ങൾക്ക് പൂർണ്ണമായും വോട്ട് ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള പല കണക്കുകളുണ്ട്. അതുകൊണ്ട് ഈ കണക്കുകളെല്ലാം UDF-മായി ബന്ധപ്പെട്ട് മാത്രം ശരിയാവുക, നിങ്ങളിലേക്ക് വരുമ്പോൾ മറ്റൊന്നാവുക, അങ്ങനെയില്ല. UDF-ലേക്ക് വരുമ്പോൾ എന്താണോ SDPIയും വെൽഫെയർ പാർട്ടിയും കഴിഞ്ഞ തവണ നേടിയത് അത്രയും അങ്ങനെ തന്നെ കിട്ടുക. PDP-യുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ വരില്ല, AP വിഭാഗത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ വരില്ല. അങ്ങനെ ഒരു നിലപാട് ശരിയല്ല. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ വൻ നഷ്ടമുണ്ടായത് ആർക്കാണ്? BJP-ക്കാണ്. BJP-യുടെ രാഷ്ട്രീയത്തിനാണ്. ഭൂരിപക്ഷം എപ്പോഴും മൂന്നാമത്തെ പാർട്ടി എത്ര വോട്ട് വാങ്ങുന്നു എന്നതിനനുസരിച്ചാണ്. അപ്പോൾ
BJPക്ക് കനത്ത ഒരു നഷ്ടമുണ്ടായതുകൊണ്ടാണ് LDFും UDFും തമ്മിലുള്ള ഭൂരിപക്ഷത്തിലെ വ്യത്യാസം അജഗജാന്തരമുള്ള ഒന്നായി മാറാതിരുന്നത്. ഇതാണ് മലപ്പുറം മുന്നോട്ട് വയ്ക്കുന്ന മതേതര രാഷ്ട്രീയം. ഇത് കാണാതെ നിങ്ങൾ അഹമ്മദിന്റെ ഒരു വലിയ ഭൂരിപക്ഷമായിരുന്നു, അത് കടത്തിവെട്ടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു ചെറിയ കാഴ്ചപ്പാടുമായി ഇരിക്കരുത് ശ്രീ ആനത്തലവട്ടം. ഒരു നിമിഷം സാർ. അല്ല, വേണു ഈ പറയുന്നത് ഈ വലിയ വ്യത്യാസം BJPക്ക് വലിയ വോട്ട് കുറഞ്ഞുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നല്ലേ പറയാം. കുറഞ്ഞതല്ല സാർ, കുറപ്പിച്ചു ഈ രാഷ്ട്രീയം. ഞാനീ പറഞ്ഞ BJPക്ക് ഇക്കാര്യത്തിൽ വലിയ ക്ഷീണം സംഭവിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അവർക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ 1000 വോട്ട് കൂടുതലാണ്. പറയട്ടെ, 7000 വോട്ടാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ അവർക്ക് കുറവ് വന്നിരിക്കുന്നത്. അത്രയും വ്യത്യാസമാണോ? അതുകൂടെ വന്നാൽ വലിയ ഭൂരിപക്ഷമാവുമോ? അല്ലല്ല, നിങ്ങൾ ഏതിനെയാണ് മാനാണ്ടമായി എടുക്കുന്നത്? നിങ്ങളിപ്പോൾ ഈ പറയുന്ന 2014 എങ്ങനെയെങ്കിലും എടുക്കൂ, അനുകൂലമായിട്ട് 2014 എടുക്കാം. അല്ല, 2014 എടുക്കുകയാണ് എങ്കിൽ 2016 എടുക്കുകയുമാണെങ്കിൽ ഏതിലാണ് വ്യത്യാസം വരുന്നത്? 2016മായി താരതമ്യം ചെയ്യുമ്പോഴാണ് സാർ 2014 ഒരു നിമിഷം 2014മായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന 957 മറ്റോ. അല്ലല്ലോ, ഒരു നിമിഷം. 2016 ആണ് എങ്കിൽ 2016മായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 10,000-ഓളം വോട്ടിന്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് BJPക്ക്. അങ്ങനെ ഒരു വലിയ സന്ദേശം ഈ മലപ്പുറത്തിന്റെ ഈ ഉപതെരഞ്ഞെടുപ്പ് വിധിക്കുണ്ട് സാർ. 2014മായി താരതമ്യം അതിനേക്കാൾ കനത്ത തിരിച്ചടി 2016മായി ബന്ധപ്പെടുത്തി BJPക്ക് കൊടുത്തത് ഒരു മതനിരപേക്ഷ മനസ്സിന്റെ പ്രതിരോധമാണ്. ഒരു നിമിഷം. 2016 കിട്ടിയതിനേക്കാൾ 8000 വോട്ട് കുറവാണ് BJPക്ക്. ചെറിയ കാര്യമാണ്. അല്ല, ഞാൻ പറയട്ടെ, BJPയുടെ ഈ പെരുമ്പറ അടിപ്പൊക്കെ പൊളിഞ്ഞുപോയി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ല, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയുടെ വിജയമാണ് ഇതിൽ പ്രധാനം, അല്ലേ? ആ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു വമ്പൻ വിജയം കൈവരിച്ചു എന്ന് സ്ഥാപിക്കാനാണ് നിങ്ങൾ ഇതെല്ലാം പറയുന്നത്. ഞാൻ വന്ന് പറഞ്ഞോട്ടെ, കുഞ്ഞാലിക്കുട്ടി ജയിച്ചു എന്നുള്ളത് നേരാണ്. പക്ഷേ എൻ്റെ റീഡിങ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഈ വോട്ട് മാത്രം കിട്ടിയാൽ പോരാ. 1,94,000 വോട്ടിന് പുറമെ ഈ പറഞ്ഞ അനുകൂല ഘടകങ്ങളൊക്കെ, കുഞ്ഞാലിക്കുട്ടിയുടെ പ്രത്യേകത, സമൂഹത്തിലുള്ള സ്ഥാനം, ഇതിനെല്ലാം പുറമെ വർദ്ധിച്ച വോട്ട് 80,000-ഓളം. നിങ്ങളിതെല്ലാം പറയുന്നതിന്റെ കാരണം എന്താണ്? 2014 നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ ആളുകളുടെ പോലും പിന്തുണ കിട്ടാതെ അഹമ്മദിന് കിട്ടിയ മേൽക്കൈയാണ്. എന്നിട്ട് അത് വെച്ചിട്ടാണ് മേനിനടിച്ച് പറയുന്നത് ഇനിയും കൂടണമായിരുന്നു. ഒരു നിമിഷം. അങ്ങനെ പറഞ്ഞിട്ട് പോയാലൊക്കില്ല. 2014 അവർക്ക് കിട്ടിയതിനേക്കാൾ അവർക്ക് എത്ര 70,000 വോട്ട് കൂടുതൽ കിട്ടി. എന്റെ ചോദ്യം അതല്ല. 2014 LDFന് കിട്ടിയത് 2,42,984 വോട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പോലും സൈനബയ്ക്ക് വോട്ട് ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു അങ്ങനെയാണ്? നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ചെയ്യണത്. അല്ല, അങ്ങനെയല്ല. അങ്ങനെയെങ്കിൽ 2009 3,10,12,343 വോട്ടുണ്ടായിരുന്നു ഹംസയ്ക്ക്. ഹംസ അന്ന് തോറ്റുപോയി. കടുത്ത എതിർവികാരമുണ്ടായിരുന്നു. എന്നിട്ട് പോലും 3,12,343 വോട്ട് LDFന് കിട്ടിയെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം ഈ കണക്കിൽ 2,80,000 കുറഞ്ഞു. ഒരു സെക്കൻഡ്, നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ വോട്ടിനേക്കാളും പ്രധാനം വോട്ട് ഷെയർ അല്ലേ? ആ വോട്ട് ഷെയർ നോക്കുമ്പോൾ എത്രയാണ്? 54.64 2009. കഴിഞ്ഞ തവണ ഈ വലിയ മെജോറിറ്റി കിട്ടിയപ്പോൾ ഞങ്ങളുടെ വോട്ട് ഷെയർ 51.2. ഇതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. 51 പോയിന്റാണ്. ഇപ്പോഴോ 55. അപ്പൊ ഈ 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കുമ്പോൾ ഈ 3ലും കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ആണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കിട്ടിയിട്ടുള്ളത്. അതാണ് തീർക്കട്ടെ, ഞാൻ പറയും. നിങ്ങൾ പറയുമ്പോൾ ഇടപെട്ടില്ലല്ലോ. എന്താ CPM-ന്റെ സ്ഥിതി? CPM-ന്റെ സ്ഥിതി 2009 39.88 എന്ന് പറഞ്ഞാൽ അറൌണ്ട് 40% വോട്ട് അവർക്ക് കിട്ടി. കഴിഞ്ഞ തവണയോ സൈനബയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടും മറ്റു പല കാരണങ്ങളും 28.47 കുറഞ്ഞത് ഞങ്ങളാരും ഉത്തരവാദിയല്ല. അവിടെ എല്ലാവരും വോട്ട് ഷെയർ കുറഞ്ഞു. ഇത്തവണ വന്നപ്പോഴോ അവർക്ക് 36.8 വന്നു. അപ്പോൾ അഹമ്മദ് മത്സരിച്ചപ്പോൾ 36.81 കിട്ടിയത്. അപ്പൊ ഈ 3 തെരഞ്ഞെടുപ്പിൽ വെച്ച് ഏറ്റവും മോശമായത് സൈനബയുടെ തെരഞ്ഞെടുപ്പായിരുന്നു എന്നല്ലാതെ
2009 തട്ടിച്ചു നോക്കുമ്പോൾ ഈ മണ്ഡലമുണ്ടായ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പൊ മൂന്നാമതിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യത്തെക്കാളും പുറകിലേക്ക് പോയി.